ഒന്നും പറഞ്ഞില്ല, കണ്ടു എന്നല്ല, ഒന്നും സംസാരിച്ചില്ല. മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്നുള്ള കർശന വ്യവസ്ഥയോടെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് സഹോദരിയോടൊന്നും ചോദിക്കില്ല കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ജാമ്യ വ്യവസ്ഥ കണ്ടില്ലേ? മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കണ്ടത് സഹോദരനാണ്. സഹോദരൻ സംസാരിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, അവരൊന്നും തന്നെ മോചിതയായപ്പോൾ പറഞ്ഞില്ല എന്നാണ് സ്വാതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യമാണ്, വളരെ പെട്ടെന്നാണ് മോചനം ഉണ്ടായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ കന്യാസ്ത്രീകളോടൊപ്പം ജയിലിലെത്തുന്നു മോചന ഉത്തരവുമായി. ഈ മോചന ഉത്തരവ് കിട്ടി 15 മിനിറ്റ് കൊണ്ട് തന്നെ സൂപ്രണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരെ പുറത്തേക്ക് എത്തിക്കുന്നു. അവർ ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നറിയ തൊട്ടടുത്തുള്ള സന്യാസി സമൂഹം നടത്തുന്ന ഒരു സ്കൂളുണ്ട്, അവിടേക്കാണ് പോയിരിക്കുന്നതാണ് പ്രാഥമിക നിഗമനം. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏതായാലും കന്യാസ്ത്രീകൾ മോചിതരായിരിക്കുന്നു. എന്തൊക്കെ ജാമ്യാവസ്ഥകളുണ്ടെങ്കിലും അവസാനം ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നു. 9 ദിവസത്തിന് ശേഷം ഈ സെൻട്രൽ ജയിലിൽ നിന്ന് 9 ദിവസത്തിന് ശേഷമാണ് ഇവർ പുറത്തിറങ്ങുന്ന സാധി. നമ്മൾ കാര്യങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ബിലാസ്പൂർ NIA കോടതിയുടെ ഉത്തരവുമായി കോടതിയിലെത്തുന്നു. പിറകെ UDF-ന്റെയും LDF-ന്റെയും MP-മാരെത്തുന്നു. ഇവരൊക്കെ ഇരിക്കെ ഒരു വളരെ സന്തോഷത്തോടു കൂടിയാണ് കന്യാസ്ത്രീകൾ പുറത്തേക്ക് വന്നത്. കേരളത്തിൻ്റെ ഒരു ഐക്യം നമുക്കതിൽ കാണാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. എല്ലാവരും ഉണ്ടായിരുന്നു, LDF ഉണ്ടായിരുന്നു, UDF MP-മാരുണ്ടായിരുന്നു, BJP-യുടെ നേതാക്കളുണ്ടായിരുന്നു. എന്നാലും ഈ ഇത്രയും വലിയ മാധ്യമ പട ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ചിട്ട് നമുക്ക് രാജീവ് ചന്ദ്രൻ പറഞ്ഞത് ഇതിൽ രാഷ്ട്രീയമില്ല, നമുക്ക് ഇതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം പിന്നെ പറയാൻ, ഇപ്പോൾ ഇവർ മോചിതരാവട്ടെ എന്നുള്ള വാക്ക് മാത്രമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സ്വാതി.